എൻ്റെ വീട് എറണാകുളമാണ്. അപ്പോൾ ഞാൻ വളർന്നതൊക്കെ ഒരു സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവിധ വെല്ലുവിളികളും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ അറിഞ്ഞും കേട്ടും തന്നെയാണ് ഞാനും വളർന്നതും. ചെറുപ്പകാലത്ത് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ഇങ്ങനെ സിസ്റ്റർ ആവണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വളർന്നു വന്നപ്പോൾ തീർച്ചയായും ലോകത്തിൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും നമ്മളിലേക്ക് വന്നപ്പോൾ തീർച്ചയായും ഞാൻ തന്നെ എറണാകുളം സെൻറ്റ് റീസസിലാണ് ഞാൻ 10th വരെ പഠിച്ചത്. +1 +2 സെൻറ്റ് മേരീസിൽ. അപ്പം ഞാനായിട്ട് തന്നെ ഉപേക്ഷിച്ചൊരു വിളിയാണ് ദൈവവിളി. പിന്നെ എൻ്റെ ഈശോയോടുള്ള സ്നേഹം അത് കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണത്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും അതിനകത്ത് അത് ഏറ്റവും ഡെഡിക്കേറ്റഡായിട്ട് ആ വിശ്വാസം അവർക്ക് കൈമാറിക്കിട്ട് വിശ്വാസം അതുപോലെ തന്നെ മക്കളിലേക്ക് അവർ പകർന്നു കൊടുത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പച്ചനും അമ്മയും എനിക്ക് നല്ലപോലെ വിശ്വാസം. ഞങ്ങൾ 3 പെൺമക്കളാണ്, ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പോൾ സ്നേഹത്തോടും ലാളനയോടൊപ്പം തന്നെ വിശ്വാസവും അതിൻ്റെ ശിക്ഷണത്തോടു കൂടെ തന്നെ ഞങ്ങൾക്ക് നൽകി. അപ്പം ഈശോയെ കുഞ്ഞുനാൾ തൊട്ട് സ്നേഹിക്കാനുള്ളൊരു പ്രചോദനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളർന്നു വന്നപ്പോൾ നമ്മൾ പിന്നെ ലോകത്തിൻ്റെതായ എല്ലാ ബിസിനസ്സുകളിലും പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, വേണ്ട, എന്തിനാണൊരു സിസ്റ്ററായിട്ട് ജീവിക്കുന്നത്, എന്തിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ തന്നെ ഞാനും ചിന്തിച്ചൊരു വ്യക്തി തന്നെയാണ്. അപ്പം ഞാൻ തന്നെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാം, നിനക്ക് വേണ്ടി ജീവിക്കാം, പക്ഷേ സിസ്റ്ററായിട്ട് നീ എന്നെ വിളിക്കല്ലേ ഈശോയെ, പ്ലീസ് ഈശോയെ. ഞാൻ തന്നെ ഈശോയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണം ചെയ്യാം, മിഷൻ പ്രദേശത്ത് പോകണോ അത് ചെയ്യാം, എല്ലാം ഞാൻ ഈശോയോട് പറഞ്ഞു. പക്ഷേ സിസ്റ്ററായിട്ട് ഈശോയെ പ്ലീസ് അത് മാത്രം എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാനും പദ്ധതിയും അത് പണ്ടോട്ട് ഈശോ ഉണ്ടാക്കി വെച്ചേക്കണം. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം അപ്പനും അമ്മയും പോലും നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ രൂപവും നമ്മുടെ ഒന്നും നമ്മളാരും സ്വന്തമാക്കിയതല്ല. അതെല്ലാം ഈശോ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് തന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വിളിയും അനാദി തന്നെ ഈശോ നമുക്ക് തന്നിരിക്കണമെന്നാണ്. ഇന്നും ഓരോരുത്തർക്കും അത് നൽകുന്നുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ളൊരു വെല്ലുവിളി ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ മിക്കവരും പറയും സമർപ്പിത ജീവിതത്തിൽ നോക്കി ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് ഇന്നും പറയുന്നു അന്നും പറഞ്ഞിരുന്നു അവർക്കൊരു ഗട്ട്സ് ഇല്ലാത്തവരാണ്, അവരിങ്ങനെ ഒതുങ്ങിക്കൂടുന്നവരാണ്. പക്ഷേ ഞാൻ പറയുന്നു ഈ ലോകത്തോട്, ഗട്ട്സ് ഉള്ളവരാണ് സിസ്റ്റേഴ്സ് മുൻപോട്ട് വരുന്നത്. ചങ്കൂറ്റമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. വെല്ലുവിളികൾ കണ്ടുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് തന്നെയാണ് സിസ്റ്ററായത്. ഞാനിപ്പോൾ സിസ്റ്ററായിട്ട് 1 വർഷവും 3 മാസവും ആയി. എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഈ സന്യാസം ആഘോഷമാക്കാതിരുന്നിട്ടില്ല, ആനന്ദമാക്കാതിരുന്നിട്ടില്ല. അത് അതിൻ്റെ പൂർണ്ണതയിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എൻ്റെ സന്തോഷം. അപ്പോൾ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞാനും ജീവിക്കുന്നത്. ഓരോ സിസ്റ്റേഴ്സിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കിക്കോ, സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ചങ്കൂറ്റമില്ലാത്തവരല്ല, ഞങ്ങൾ ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിളി തിരഞ്ഞെടുക്കാൻ കാരണം ഇത് തന്നെയാണ്. എനിക്ക് ഗട്ട്സ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ പുറകോട്ട് പോയത്. പക്ഷേ എനിക്ക് ഗട്ട്സ് വന്നപ്പോൾ, ചങ്കുറപ്പ് വന്നപ്പോൾ, വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം വന്നപ്പോഴാണ് ഞാൻ ഈ വിളി തിരഞ്ഞെടുത്തത്.